Hello, Namaskaram. Welcome back to my channel. You're watching an artist and this is Aisha. If you're here for the first time, please don't forget to subscribe. So I'm back with another book review video and today's book is പെയ്തു തീരാതെ. അതാണ് ഈ ബുക്കിൻ്റെ പേര്. ഇനിയും ചോദ്യങ്ങൾ ബാക്കി നിൽക്കെ. ശ്രുതി പവിത്രനാണ് ഓതർ. യുവമേള പബ്ലിക്കേഷൻസ് കൊല്ലം പബ്ലിഷ് ചെയ്ത ബുക്കാണ്. ആൻഡ് ഇറ്റ്സ് എ നോവലറ്റ് ആൻഡ് 120 റുപ്പീസിൻ്റെ ബുക്കാണ്. ആൻഡ് ഇതെനിക്ക് ഓതർ അയച്ചു തന്നതാണ്. ആൻഡ് ഇഫ് ഷീ ഈസ് വാച്ചിങ് ദിസ് ഐ എം റിയലി സോറി. ഐ അപ്പോളജൈസ് ദാറ്റ് കുറേ ഡിലേ ആയിപ്പോയി. ആൻഡ് പല പല കാരണങ്ങൾ കൊണ്ട് എനിക്കിത് പകുതിയിൽ നിർത്തേണ്ടി വന്നു. എന്നിട്ട് പിന്നെ എനിക്ക് വായിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഡ്യൂ ടു പല പല സാഹചര്യങ്ങൾ ഇപ്പോഴാണ് ഇതെൻ്റെ കയ്യിൽ കിട്ടുന്നത്. ആൻഡ് ഇപ്പോഴാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് വായിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് വായിച്ചിടത്തോളം ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ആൻഡ് ബാക്കി വായിച്ചിട്ട് അഭിപ്രായം പറയാമെന്ന്. അപ്പോൾ ഇത് ഭയങ്കര അണ്ടർ റേറ്റഡ് ബുക്കായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് ഞാനും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഭയങ്കര രസമുണ്ട്. ആൻഡ് അത് തുടങ്ങുമ്പോഴത്തേക്കും ഫുൾ മഴേനെക്കുറിച്ചുള്ള സംഭവങ്ങളാണ്. മഴ കാരണം റെയിൻ ഈസ് സോ ബ്യൂട്ടിഫുൾ, പക്ഷേ മഴ കാരണം പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ തലത്തിലുള്ള കഥകളാണ്. ആദ്യമൊക്കെ ഇങ്ങനെ ഓരോ സെനാരിയോസാണ്. ആൻഡ് പോലീസാണ് ഇതിൻ്റെ നെറേറ്റർ എന്ന് പറയാം. അപ്പം അങ്ങനെ ആൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങളാണ്. ആൻഡ് കുറേ സ്ഥലത്തേക്ക് ഇൻവെസ്റ്റിഗേഷന് പോകുന്നു. അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇൻവോൾവ് ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു ഗ്രാമത്തെ മൊത്തം മഴ അങ്ങ് എടുക്കുവാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവരിങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറേ ബോഡീസിൻ്റെ കൂടെ 2 ബോഡീസ് നമുക്ക് കിട്ടും. ആൻഡ് അത് പക്ഷേ ആ മഴയത്ത് സംഭവിച്ചതല്ല. എനിക്ക് തുടരും സിനിമ പോലെയാണ് തോന്നിയത്. പക്ഷേ ഇതാണ് ആദ്യം ഇറങ്ങിയത് കേട്ടോ. തുടരും കണ്ടപ്പോൾ കിട്ടിയ അതേ ഒരു ഫീലായിരുന്നു. ലൈക്ക് ഓക്കെ, ഇത് തന്നെയാണല്ലോ അവിടെ നടന്നതെന്നൊക്കെ തോന്നി. അപ്പം അങ്ങനെയാണ് ഈ ബോഡി അപ്പോൾ എപ്പോഴാണ് ഇത് ഇവിടെ വന്നത് അല്ലെങ്കിൽ വാട്ട് റിയലി ഹാപ്പൻഡ് അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. ആൻഡ് ശരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അവിടെ നിന്നാണ് ആക്ച്വലി നമ്മൾ ഇതിലേക്ക് ഫുള്ളി ഇൻവോൾവ് ആവുന്നത്. ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ പോകുന്ന റൂട്ടും ഫൈനലി കുൾപ്രിറ്റ് ആരാണെന്ന് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ്സ് റിയലി നൈസ്. ഇറ്റ്സ് എ സാറ്റിസ്ഫൈങ് സ്റ്റോറി. ആൻഡ് എൻഡിങ് ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ചെറിയ ഒരു കഥയാട്ടോ, 55 പേജസേ ഉള്ളൂ. ആൻഡ് ഞാൻ പുറത്തേക്ക് നോക്കി, അപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ബുക്കാണ്. സോ ഐ റീഡ് ദി ബ്ലർബ്. രാത്രിയിൽ തട്ടഹസിച്ചെത്തിയ ഉരുൾപൊട്ടലിൽ ഇല്ലാതായ ഒരു ഗ്രാമം. അവിടെ കാണപ്പെട്ട 2 മൃതശരീരങ്ങൾ കൊലപാതകമാണെന്ന് സൂക്ഷ്മദൃക്കായ ഒരു പോലീസ് ഓഫീസർക്ക് മനസ്സിലായി. ആ അന്വേഷണം വിചിത്ര സ്വഭാവിയായ ഒരു കൊലയാളിയിലേക്ക് നീങ്ങുന്നു. മനഃശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ സൈക്കോപാത്തിൻ്റെ നടുക്കുന്ന ജീവിതം വിശകലനം ചെയ്യുന്ന ത്രില്ലർ ഫിക്ഷൻ. ആർ പവിത്രൻ. ആൻഡ് ആമുഖം. ഇങ്ങനെ ഒരു നോവൽ എഴുതാനുള്ള ആശയവും പിന്തുണയും നൽകിയത് എൻ്റെ ഭർത്താവ് അഭിരാജാണ്. അദ്ദേഹമാണ് ഈ ഒരു തീമിനെ കുറിച്ച് പറയുന്നത്. ഒപ്പം എനിക്ക് എഴുതാനുള്ള എല്ലാ പ്രചോദനവും നൽകി ഇത് പൂർത്തീകരിക്കാൻ സഹായിച്ചു. അങ്ങനെ എൻ്റെ കൂടെ നിന്നതിന് നന്ദിയും ഒപ്പം ഈ നോവലും അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ അവസരം കിട്ടുവാണെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ ടെക്സ്റ്റ് യുവർ ഓൺ ഇൻസ്റ്റാഗ്രാം ഓർ അല്ലെങ്കിൽ ചിലപ്പോൾ ഓൺലൈൻ ബുക്ക് സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പം ട്രൈ റീഡിങ് പെയ്തു തീരാതെ. ഇറ്റ്സ് എ റിയലി നൈസ് റീഡ്. ഒരു പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രൂഫ് റീഡിങ് നന്നായിട്ട് ചെയ്തിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം കുറേ ഗ്രാമാറ്റിക്കൽ എറേഴ്സ്, അതുപോലെ പങ്ക്ച്വേഷനിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, അതൊക്കെ കുറേ അടുത്ത് ഞാൻ കണ്ടു. ബട്ട് സ്റ്റിൽ സ്റ്റോറി നല്ല രസമുണ്ട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ദിസ് ബുക്ക് വുഡ് ബി റിയലി ഗ്രേറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.